എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, ജീവിതത്തിൽ ദുഃഖം വരുമ്പോ, കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ, പതറിപ്പോകല്ലേ. പഠിച്ചോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ നിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. സാമ്പത്തികമായി സർവ്വതും തകർന്നു, പടച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ഒരുത്തനെ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ, ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണേ, നാട്ടുകാരും കുടുംബക്കാരും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെ എല്ലാവരും വേദനിപ്പിക്കുമ്പോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെങ്ങള്, നാട്ടുകാർ മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുമ്പോ വീടിനകത്ത് ഉളുവെടുത്തിട്ടും ഇരിക്കണം, വീടിനകത്ത് ഉളുവെടുത്തിട്ടും ഇരിക്കണം. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം. എന്നിട്ട് ആ നിസ്കരിച്ച മുസല്ലയിൽ ഇരുന്നിട്ട് ഒരു 3 പ്രാവശ്യം പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോ മോനെ നിസ്കാരപ്പായിലിരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായാൽ ആ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം, ഹസ്ബുനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമോ? വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനായിട്ടില്ല, പടച്ചവനെ അവിടെ നിന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഇബ്രാഹിമിനൊരു വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം. ഇബ്രാഹിം നബിക്ക് അവർ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ പ്രബോധനവുമായിട്ട് ഇബ്രാഹിം നബി ഇറങ്ങിയപ്പോ, വിഗ്രഹങ്ങളെ തകർത്തു കളഞ്ഞപ്പോ ഇബ്രാഹിം നബിയെ കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് എന്തെന്നറിയുമോ? ഒരു വലിയ ഒരു കുഴിയെടുക്കുകയാണ്, ഒരു ഭയാനകമായ ഒരു വലിയ കുഴിയെടുക്കുകയാണ്. എന്നിട്ട് ആ കുഴിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ. ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്, ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ചരിത്രം പറയുകയാ, ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാറ്. എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ് ആ തീയിലേക്ക് ഇബ്രാഹിം നബിയെ എയ്തിടാൻ. ഒരമ്പും ബില്ലും തയ്യാറാക്കി ഇബ്രാഹിം നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ്, വലിച്ചിങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ. അങ്ങനെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ. അപ്പോഴാണ് വരുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. മൂസ നബിയേ, ഒന്ന് അനുവാദം തരുമോ? ഞാൻ രക്ഷപ്പെടുത്താൻ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാൻ നബിയേ, ഞാൻ അങ്ങയെ സഹായിക്കട്ടെ. ആ സമയത്താണ് അല്ലാഹുവേ മൂസാ നബി പറയുന്ന, ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട.
എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്റെ നാഥനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. പടച്ചവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ പറയുകയാ. ഖുൽയാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അതാ ഇബ്രാഹിം നബി അവിടെ നിന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി. പടച്ചവനെ, അതാ മാസങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരയാതെ ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞു, അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ പിന്നെ എങ്ങനാ? അള്ളാഹുവിനവന വല്ലാത്ത ഇഷ്ടമാ. യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവനെ സുലൈഖയുടെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്. സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹാ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവിടെന്ന് കാണുമ്പോ യൂസുഫ് നബിയെ കേറിയെന്ന് പിടിക്കുകയാ. യൂസുഫ് നബിയോടുള്ള വല്ലാത്ത പ്രണയം കാരണം, സ്നേഹം കാരണം പടച്ചവനെ സുലൈഖ യൂസുഫ് നബിയെ കേറി പിടിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് വിവരിച്ചു തരുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ പെണ്ണുണ്ടല്ലോ, രാജകുമാരി അവിടെന്ന് യാചിക്കുന്ന, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫ്, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് തന്റെ ആവശ്യം അവിടെന്ന് സുലൈഖ പറയുമ്പോ യൂസുഫ് നബി പറയുന്നു, സുലൈഖ, എനിക്ക് പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ, എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. പടച്ചവനെ, യൂസുഫ് നബി ഇറങ്ങി ഓടുകയാണ്. സുലൈഖ യൂസുഫ് നബിയുടെ പുറകെ കടന്നു തന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിക്കുകയും തന്റെ കമീസ് കീറുകയും ധരിച്ചിരുന്ന വസ്ത്രം കീറുകയും ചെയ്യുകയാണ്. നമ്മളൊക്കെ ചരിത്രം പഠിച്ചവരാ. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം അതാ പടച്ചവനെ ജയിലിലായി. വർഷങ്ങൾ കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയാവുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരമുണ്ടല്ലോ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് പിന്നീട് സുലൈഖയെ വിവാഹം കഴിക്കുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ കയറി പിടിച്ചു. നമുക്ക് ചരിത്രം അറിയാം. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിലടച്ചു. അങ്ങനെ അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. അങ്ങനെ യൂസുഫ് നബി സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ സുലൈഖ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വലിയ സ്നേഹം കാണിക്കുന്നില്ല. സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വലിയ സ്നേഹം കാണിക്കുന്നില്ല. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, സുലൈഖ, നിനക്ക് എന്തു പറ്റി? പെണ്ണുങ്ങൾ കേട്ടോ. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയോട് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിനക്ക് എന്തേ പറ്റിയേ? നിനക്ക് എന്താ എന്നോടൊരു സ്നേഹമില്ലാത്തത്? കാരണം അല്ലാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ. അല്ലാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ. എന്തേ സുലൈഖ, അല്ല ഇന്ന് ഹലാലാക്കി തന്നപ്പോ നീ എന്തേ എന്നോട് വലിയ മൈൻഡ് ചെയ്യാത്തത്? ഇന്ന് അല്ലാഹു എനിക്ക് എന്റെ ഭാര്യയാക്കി തന്നു, ഞാൻ നിന്നെ വിവാഹം കഴിച്ചു, ഇന്ന് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് സഹകരിക്കുന്നില്ല? ആ സമയത്ത് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തേ പറഞ്ഞതെന്നറിയുമോ? യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം അന്ന് എൻ്റെ ഹൃദയം നിറയെ നീയായിരുന്നു.
സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു യൂസുഫെ, നിന്നോടായിരുന്നു എനിക്ക് സ്നേഹം. നീ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്ന് കയറി പിടിച്ചേ. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് സഹകരിക്കാത്തത് എന്റെ ഹൃദയം നിറയെ നീയല്ല, അല്ലാഹുവാ. എന്റെ ഹൃദയം നിറയുന്ന യൂസുഫെ നീയല്ല. ഇന്നെന്റെ ഹൃദയത്തിന്റെ ഉള്ളറകൾ മുഴുവനും എനിക്ക് പടച്ച റബ്ബിനോടാ എനിക്ക് പ്രണയം. എനിക്ക് അല്ലാഹുവിനോടാണ് പ്രണയം. ആ പ്രണയം അല്ലാഹുവിനോട് വന്നതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ കഴിയാത്തത് എന്ന് മഹദിയായ സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ അതാണ് അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കയറിയ, അതാണ് അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമ്മളൊക്കെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹു ഇരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, പ്രവാചകൻ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സ്വഹാബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു ഇരിക്കുന്നത് എവിടെയാണ് നബിയേ? അല്ലാഹു ഇരിക്കുന്നത് എവിടെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു ഇരിക്കുന്നത് അർശിലാ, അല്ലാഹു ഇരിക്കുന്നത് അർശിലാ. ഉടനെ സ്വഹാബത്ത് ചോദിക്കുന്നു, അയിന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയാണ് നബിയേ? അല്ലാഹു ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്. എവിടെയാണ് സിംഹാസനം ഇരിക്കുന്നത്? അത് ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിലാണോ, കരയിലാണോ, വെള്ളത്തിന്റെ അടിയിലാണോ, പണക്കാരന്റെ വീട്ടിലാണോ, പാവപ്പെട്ടവന്റെ വീട്ടിലാണോ? പടച്ചവനെ, എവിടെയാണ് അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്നതെന്ന് പ്രവാചകനോട് തന്റെ സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്ന സ്ഥലം എവിടെയെന്നറിയുമോ? സുലൈഖ പറഞ്ഞത് വെറുതെയല്ല, സുലൈഖ പറഞ്ഞത് വെറുതെയല്ല. യൂസുഫേ, എന്റെ ഹൃദയം മുഴുവനും പണ്ട് നീയായിരുന്നു, പക്ഷേ ഇന്ന് എന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല, അല്ലയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്നത് ഒരു യഥാർത്ഥ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്താണ്, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അകത്താണ് പടച്ചവന്റെ സിംഹാസനം ഇരിക്കുന്നതെന്ന് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാകണം, അല്ലാഹു സ്നേഹിക്കുന്നവരാകണം. നമ്മളൊക്കെ പടച്ചവനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹുവിനോട് നമുക്ക് അല്പമെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. ഇത് വലിയ മഹത്വമുള്ള സദസ്സാണ്. റോഡിലൂടെ എത്രയോ പേര് വെറുതെ നടക്കുന്നു, എത്രയോ പേര് വീടിനകത്തിരിക്കുന്നു, എത്രയോ പേര് വയത് കേൾക്കാം എന്നിട്ട് റോഡിൽ നിൽക്കുകയാണ്. പലർക്കും ഇതിനകത്ത് കയറിയിരിക്കാൻ സമയമില്ലല്ലോ. രോഗം പിടിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്, ഗർഭിണികളായ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്, പ്രായം ചെന്ന ഉമ്മമാരിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്, ഈ ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്. അതിലെ ഒരു സ്വർഗം ഏതെന്നറിയുമോ? അങ്ങ് മദീനത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് അല്ലാഹുവേ മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചല്ലോ, മദീനത്ത് പടച്ചവനെ ജന്നത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയിലേക്ക് കടന്നു ചെല്ലുമ്പോ, അതാ പടച്ചവനെ മസ്ജിദ് നബവിയിൽ കടന്നു ചെല്ലുമ്പോ ഒന്ന് രണ്ട് റക്അത്ത് നമസ്കരിക്കാൻ, ഒന്ന് സുജൂദ് ചെയ്യാൻ ജനങ്ങളെ കാത്തു നിൽക്കുന്ന ദുനിയാവിലെ സ്വർഗമുണ്ടല്ലോ. ആ ദുനിയാവിലെ സ്വർഗത്തിൽ പോയി നിസ്കരിക്കണമെന്ന്, ദുആ ചെയ്യണമെന്ന്, സുജൂദ് ചെയ്യണമെന്ന് ഞാനും നിങ്ങളും ജീവിതത്തിൽ വല്ലാതെ ആഗ്രഹിക്കുന്നവരാ. അത് ദുനിയാവിലെ ഒരു സ്വർഗമാണ്. രണ്ടാമത്തെ സ്വർഗം ഏതെന്നറിയുമോ? അത് ഇൽമ പറയുന്ന മജ്ലിസാ.
അത് ഇൽമു പറയുന്ന മജ്ലിസാ. പടച്ചവനെ സ്വർഗത്തിലിരിക്കാൻ അവസരം കിട്ടിയിട്ട് ഇല്ല ഉസ്താദേ, ഞാൻ എന്നതാ റോഡിലേ നിൽക്കൂ, ഞാൻ വെളിയിലേ നിൽക്കൂ, ഞാൻ വീട്ടിലിരുന്നേ കേൾക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇത് സ്വർഗമാണ്, ഇത് ദുനിയാവിലെ സ്വർഗമാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? വയല് കേൾക്കാൻ കടന്നു വന്നിട്ട് റോഡിലെ കടയുടെ മുന്നിൽ കൂടി നിൽക്കുന്ന സഹോദരങ്ങളോട്, മനുഷ്യ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ? അതിനല്ലേ നിസ്കരിക്കുന്നത്, അതിനല്ലേ ഖുർആൻ ഓതുന്നത്, അതിനല്ലേ സദഖ കൊടുക്കുന്നത്, അതിനല്ലേ ദിക്ർ പറയുന്നത്, അതിനു വേണ്ടിയല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തന്നിട്ട്, കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തന്നിട്ട് കേറിയിരിക്കാൻ മടിക്കുന്ന നിനക്കെങ്ങനാ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത്? അതുകൊണ്ട് പടച്ചവനെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പടച്ച റബ്ബ് ഇവിടെ ഇരിക്കാൻ അവസരം തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കണോ? അതോ വൺ സൈഡ് പ്രണയമാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? പടച്ചവനെ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്നു പറഞ്ഞല്ലോ, വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലീ. അല്ലാഹു നമ്മുടെ കണ്ണിന്റെ ഞരമ്പിനെക്കാൾ നമ്മുടെ കൂടെ അടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? അല്ലാഹു നമ്മളെ സ്നേഹിക്കണോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? ആ മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഈ പറയുന്ന ഗുണങ്ങളെങ്ങാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയാ. പെങ്ങളെ, ഭർത്താവല്ല സ്നേഹിക്കുന്നത്, മക്കളല്ല സ്നേഹിക്കുന്നത്, കൂടപ്പറപ്പല്ല സ്നേഹിക്കുന്നത്. ഇവിടെ ആര് സ്നേഹിച്ചാലും എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ ഒരുത്തനും സ്നേഹിക്കില്ല. അതാണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഒരു മനുഷ്യനും നമ്മളെ സ്നേഹിക്കില്ല. ഭർത്താവ് പറയുന്ന ഉസ്താദ്, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല. പെണ്ണുങ്ങൾ പറയുന്ന ഉസ്താദേ, ഭർത്താവിന് എന്നെ വേണ്ട, എന്നോട് വല്ലാത്ത വെറുപ്പാ. ഇതെന്ത് ജീവിതമാ ഉസ്താദേ? നിങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നെ ആരാ സ്നേഹിക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. ആ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നിന്നെ സ്നേഹിക്കുകയാ. അല്ലാഹു നിന്നെ സ്നേഹിക്കുകയാ. ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്നേഹം കിട്ടാനുള്ള വഴിയെന്താ? ആ സ്നേഹം കിട്ടാനുള്ള വഴി എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ മാത്രം സ്നേഹിച്ചാ പോരാ. വൺ സൈഡ് പ്രണയമായിട്ട് ഇങ്ങനെ നടന്നാ പോരാ. ഞാൻ വഴുതിന് വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ പറഞ്ഞു, ഉസ്താദെ, എന്നെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു, പോയാ പോകട്ടെ, അല്ലാഹുവിന് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആമീൻ, നല്ലൊരു ജീവിതം കൊടുക്കുമാറാകട്ടെ. എത്രയോ പേരുണ്ട് ജീവിതത്തിൽ തേപ്പ് കിട്ടിയവർ, ഒരുപാട് പേരുണ്ട്. അതൊക്കെ പോട്ടെ, അല്ലാഹു വിധിച്ചിട്ടില്ല, അങ്ങനെ പറയാ. പടച്ച റബ്ബ് നിനക്ക് വിധിച്ചിട്ടില്ല. അല്ലാഹു നിങ്ങൾക്ക് സാലിഹത്തായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയ താത്താമാരെ അല്ലാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്നേഹിക്കണം. അല്ലാഹു സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. സ്നേഹിക്കണ്ടേ? പറ, സ്നേഹിക്കണോ വേണ്ടേ?
ചങ്ങാതിമാരെ സ്നേഹിക്കണോ? അല്ല നമ്മളെ സ്നേഹിക്കണോ? അതോ ഭാര്യയും മക്കളും മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ? അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനു വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, നമുക്ക് പഠിക്കാം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്തുന ഫല്ലൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരാൾ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനാരെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു തന്നെ പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാരെന്നറിയുമോ? അള്ളാഹുവേ, അവന്റെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ. അവന്റെ ജീവിതത്തിലെ പ്രയാസമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, വേദനയാകട്ടെ, കടമാകട്ടെ, രോഗമാകട്ടെ, മനസമാധാനമാകട്ടെ, അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അവന്റെ കാര്യങ്ങൾ മുഴുവനും ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട്. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവനുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറയുന്നവനെ? ഉറക്കെ പറ ചങ്ങാതി, എന്തു പറയുന്നവനെ? എന്തു പറയുന്നവനെ? ഒന്ന് പറഞ്ഞ് തവക്കൽതു അലല്ലാഹ്. എന്താ ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. റൂമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽതു അലല്ലാഹ്. എന്താ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽതു അലല്ലാഹ്. പറയാറുണ്ട് ചിലര്, അതിന്റെ അർത്ഥം എന്താന്ന് പോലും ആ പാവത്തിന് അറിയില്ല. എന്തിനാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്? ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടമെന്താ? നമ്മൾ ആരും പഠിക്കാറില്ല, നമ്മൾ ആരും അത് മനസ്സിലാക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? അള്ളയാ പറഞ്ഞേ. എടാ, നീ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ഉസ്താദന്മാര് പറഞ്ഞതല്ല. പിന്നെ ആരാ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാ, നിങ്ങൾ ആരോടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. നിങ്ങൾ ആരോടാ
ആരോടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? അല്ലാഹ് പറഞ്ഞു നിങ്ങൾ പറയണേ, നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളും നിങ്ങൾ പറയണം. അത് വീട് വെക്കാൻ ഇറങ്ങിയാൽ, കച്ചവടത്തിനിറങ്ങിയാൽ, പടച്ചവനെ ജോലിക്ക് പോയാൽ, കടയിലേക്ക് പോയാൽ, വാഹനത്തിൽ കയറിയാൽ, മക്കളെ സ്കൂളിൽ വിട്ടാലും, റോഡിലിറങ്ങിയാൽ, ഏത് കാര്യത്തിനും നിങ്ങൾ പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇന്ന് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം, കിടന്നുറങ്ങുന്ന സമയത്ത് പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും നിങ്ങൾ തവക്കൽതു അലല്ലാഹ് പറയണം. ആരോടാണ് പറയേണ്ടതെന്നറിയുമോ? ഖുർആൻ പറയുകയാ. ആരോടാണ് പറയേണ്ടത്? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാത്ത റബ്ബിനോട്, ഒരിക്കലും മരണമില്ലാത്ത റബ്ബിനോട്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകരുമല്ലോ. ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ ഇരിക്കുന്നവനാണെങ്കിലും, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഒരു ദിവസം നശിക്കുമല്ലോ. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഖുർആൻ എവിടെന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്, നക്ഷത്രങ്ങൾ മഴത്തുള്ളികൾ വീഴുന്നത് പോലെ തീമഴ പെയ്യുകയാണ്. പടച്ചവനെ, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാ. അവസാനം ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടുപേര്. ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ, പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹ്. അങ്ങനെ രണ്ടുപേര് മാത്രമാണ് അവശേഷിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നു, അസ്റായിലേ, ഇനി ആരാ പോകേണ്ടത്? ഇനി ആരാ പോകേണ്ടത്? അല്ലാഹുവേ, ഞാനാണ് പടച്ചവനെ, ഞാനാണ് പടച്ചവനെ. അസ്റായിലും അങ്ങനെ മരിക്കുകയാ. അല്ലാഹു മാത്രമല്ലേ ഈ ദുനിയാവിലുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ മരണമില്ലാതെ ഇരിക്കുന്ന ഏക വ്യക്തി അല്ലാഹുവാ. അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആ പടച്ച റബ്ബിനെയാണ്. ആ റബ്ബിന്റെ കയ്യിലാണ് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഒരിക്കലും മരണം ബാധിക്കാത്തവനായ, എന്നും എന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച റബ്ബിനെയാണ് നീ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ പറയുകയാ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കൽ. അതാ ഖുർആൻ എവിടെന്ന് പറയുകയാ, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് മറ്റൊരു ഭാഗത്ത് പറയുകയാ, വമൻ യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരച്ചവനോട് പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് എവിടെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലിൽ മുതവക്കിലൂൻ. ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ പടച്ച റബ്ബ് തവക്കൽതു അലല്ലാഹ് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ മാത്രമല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിലേക്ക് അവരുടെ കാര്യങ്ങൾ പരമേൽപ്പിച്ചവരാ. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കണേ. ജീവിതത്തിൽ തവക്കൽ
തവക്കൽതു അലല്ലാഹ്. അത് വീട്ടിൽ എഴുതി വെക്കാറുള്ളതല്ല, അത് പടച്ചവനെ വാഹനത്തിൽ എഴുതി വെക്കാറുള്ളതല്ല, അത് നിന്റെ വാഹനത്തിന്റെ പേരാക്കാറുള്ളതല്ല, അത് പറയാറുള്ളതാ, അത് പറയാറുള്ളതാ. എപ്പോഴാണ് പറയേണ്ടതെന്നറിയുമോ? പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലമറിയുമോ? പറയാതിരുന്ന വരുന്ന നഷ്ടമെന്തെന്നറിയുമോ? നീ പറയുന്ന വാക്കിന്റെ അർത്ഥമെന്തെന്നറിയുമോ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയാറുണ്ട് തവക്കൽതു അലല്ലാഹ്. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ തുമ്പിൽ എപ്പോഴും വേണം. ഏത് കാര്യം പറയുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വീട് വെക്കാൻ ഇറങ്ങാ തവക്കൽതു അലല്ലാഹ്, മക്കളെ കെട്ടിക്കാൻ ഇറങ്ങാ തവക്കൽതു അലല്ലാഹ്, കച്ചവടത്തിന് പോകുന്നു തവക്കൽതു അലല്ലാഹ്, ബിസിനസ് തുടങ്ങുന്നു തവക്കൽതു അലല്ലാഹ്, സ്കൂളിൽ പോകുന്നു തവക്കൽതു അലല്ലാഹ്, റോഡിൽ ഇറങ്ങുന്നു തവക്കൽതു അലല്ലാഹ്. എല്ലാ വിഷയത്തിലും തവക്കൽതു അലല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇത് ചുമ്മാതിങ്ങനെ തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതല്ല. ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് ആ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, അവൻ അല്ലാഹു അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാ. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ അല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ അവന് രക്ഷപ്പെട്ടല്ലോ. അവന് യാതൊരു പേടിയും വേണ്ടല്ലോ, അവന് യാതൊരു പ്രയാസവും വേണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ല കയറി കഴിഞ്ഞാൽ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. പിന്നെ വല്ലാത്ത ഒരു ഈമാനാണ്, പിന്നെ വല്ലാത്ത ഒരു ധൈര്യമാണ്. പടച്ചവനെ അവന്റെ കയ്യും കണ്ണും കാലുമെല്ലാം അല്ലാഹു ആകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമോ? വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനായിട്ടില്ല. പടച്ചവനെ അവിടെ നിന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഇബ്രാഹിമിനൊരു വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം. ഇബ്രാഹിം നബിക്ക് അവർ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ പ്രബോധനവുമായിട്ട് ഇബ്രാഹിം നബി ഇറങ്ങിയപ്പോ, വിഗ്രഹങ്ങളെ തകർത്തു കളഞ്ഞപ്പോ, ഇബ്രാഹിം നബിയെ കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് എന്തെന്നറിയുമോ? ഒരു വലിയ ഒരു കുഴിയെടുക്കുകയാണ്, ഒരു ഭയാനകമായ ഒരു വലിയ കുഴിയെടുക്കുകയാണ്. എന്നിട്ട് ആ കുഴിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ. ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാണ്, ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാണ്. അല്ലാ, ചരിത്രം പറയുകയാ, ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാറ്. എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ്. ആ തീയിലേക്ക് ഇബ്രാഹിം നബിയെ എയ്തിടാൻ ഒരമ്പും ബില്ലും തയ്യാറാക്കി ഇബ്രാഹിം നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. വലിച്ചിങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ, അങ്ങനെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ. അപ്പോഴാണ് വരുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. മൂസ നബിയേ ഒന്ന്
അനുവാദം തരുമോ? ഞാൻ രക്ഷപ്പെടുത്താൻ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാൻ നബിയേ, ഞാൻ അങ്ങയെ സഹായിക്കട്ടെ. ആ സമയത്താണ് അല്ലാഹുവേ മൂസാ നബി പറയുന്ന, ജിബ്രീലേ എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്റെ നാഥനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. പടച്ചവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ പറയുകയാ. ഖുൽയാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അതാ ഇബ്രാഹിം നബി എവിടെ നിന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി. പടച്ചവനെ, അതാ മാസങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരയാതെ ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞു, അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ പിന്നെ അങ്ങനാ. അള്ളാഹുവിനവനെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തില് പ്രയാസം വരുമ്പോ, ജീവിതത്തില് ദുഃഖം വരുമ്പോ, കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ, പതറിപ്പോകല്ലേ. പഠിച്ചോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ നിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. സാമ്പത്തികമായി സർവ്വതും തകർന്നു, പടച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ഒരുത്തനെ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ, ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണ്, നാട്ടുകാരും കുടുംബക്കാരും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെ എല്ലാവരും വേദനിപ്പിക്കുമ്പോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെങ്ങള്, നാട്ടുകാര് മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുമ്പോ വീടിനകത്ത് ഒളിവെടുത്തിട്ടും ഇരിക്കണം, വീടിനകത്ത് ഒളിവെടുത്തിട്ടും ഇരിക്കണം. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം. എന്നിട്ട് ആ നിസ്കരിച്ച മുസല്ലയിൽ ഇരുന്നിട്ട് ഒരു 3 പ്രാവശ്യം പറയണം, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോ മോനെ നിസ്കാരപ്പായിലിരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്. ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായാൽ ആ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം, ഹസ്ബുനല്ലാഹ്.